ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ഒരു എളിയ സാക്ഷിയായിരിക്കാൻ ആയുസ് നീട്ടിത്തന്ന ദൈവത്തെ മുന്നമേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ അരുമമണവാളനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രിയ ദൈവമക്കളെ, നാം എല്ലാവരും കാൽവരി പ്രയർ ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്നത്. കാൽവരി പ്രയർ ഫെലോഷിപ്പ് അതൊരു സഭയല്ല എന്ന് ഗാന ശുശ്രൂഷ മധ്യേ ബഹുമാനപ്പെട്ട രാജു സാർ പറയുകയുണ്ടായി. അതൊരു സഭയുടെ പോഷക സംഘടനയുമല്ല, അതൊരു പ്രാർത്ഥനാ കൂട്ടായ്മ മാത്രമാണ്. ഇതിൻ്റെ ലക്ഷ്യം ഒന്ന്, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ വിശുദ്ധരുടെ നിരയിൽ പറന്നുയരുക എന്നത് മാത്രമാണ്. രണ്ടാമത്, നാം പറന്നുയരുന്നതോടൊപ്പം തന്നെ അനേകരെ ഈ യേശുവിൻ്റെ വരവെങ്കിൽ പറന്നുയരുവാൻ നാം ഒരുക്കുകയും ചെയ്യണം. ഇത് സഭാവ്യത്യാസമില്ലാതെ കൂടി വരുന്ന ഒരു കൂട്ടായ്മയാണ്. ഇതിൽ യാക്കോബായ സഭയിലുള്ളവരുണ്ട്, ഓർത്തഡോക്സ് സഭയിലുള്ളവരുണ്ട്, കത്തോലിക്ക സഭയിലുള്ളവരുണ്ട്, CSI, ഇവാഞ്ചലിക്കൽ, മാർത്തോമ തുടങ്ങിയ നിരവധി സഭകളിലുള്ളവരുണ്ട്. ഞാൻ കത്തോലിക്ക സഭയോട് ചേർന്ന് നിൽക്കുന്നു. നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധരുടെ നിരയിൽ കാഹളധ്വനി കേൾക്കുമ്പോൾ അവനെ എതിരേൽപ്പാൻ പറന്നുയരണം. അതുമാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതിനപ്പുറമുള്ള ലക്ഷ്യം, ഇതിനേക്കാൾ അപ്പുറം ഒരു ലക്ഷ്യമില്ല. നാം ഗാനശുശ്രൂഷയിൽ കേട്ടു, ആദ്യത്തെ ഗാനത്തിൽ നമ്മുടെ ശാശ്വതമായ ആലയം, പാർപ്പിടം അത് നവ യെരൂശലേം പുരിയാണ് എന്ന്. ഇവിടെ നാം താൽക്കാലിക വാസം ചെയ്യുന്നവരാണ്, ഇവിടെ നാം പരദേശവാസികളാണ്. നമ്മുടെ ശാശ്വതമായ പാർപ്പിടം അത് നവ യെരൂശലേം പുരിയാണ്. രണ്ടാമത്തെ ഗാനത്തിൽ കേട്ടു, അവിടെ പ്രവേശിക്കുന്നവരാരാണ്? കർത്താവിൻ്റെ മണവാട്ടികൾ. കർത്താവിൻ്റെ യേശുവിൻ്റെ മണവാട്ടികളാണ് അവിടെ പ്രവേശിക്കുക. മൂന്നാമത്തെ ഗാനത്തിൽ നാം കേട്ടു, അതിന് പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. യേശുവിൻ്റെ മണവാട്ടിയായിരിക്കാൻ, ദൈവത്തിൻ്റെ മകനും മകളുമായിരിക്കാൻ, ഈ ഭൂമിയിൽ ഒരു ജയജീവിതം നയിപ്പാൻ നാം പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്രയം നമുക്ക് അത്യാവശ്യമായി വേണ്ടിയിരിക്കുന്നു. അതിന് നാം വീണ്ടെടുക്കപ്പെടണം. അതാണ് നാലാമത്തെ ഗാനത്തിൽ നാം കേട്ടത്. നാം വീണ്ടെടുക്കപ്പെടണം. എവിടെ നിന്നാണ് നാം വീണ്ടെടുക്കേണ്ടത്? നാം പാപത്തിൽ മരിച്ച് പിശാചിൻ്റെ കാരാഗ്രഹത്തിലായിരുന്ന നമ്മെ യേശുവിൻ്റെ വിലയേറിയ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി. ആ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർക്കാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുക. അങ്ങനെ പരിശുദ്ധാത്മാവിനെ ലഭിച്ചവരാണ് യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീരുക. അങ്ങനെ മണവാട്ടികളായി തീരുന്നവരാണ് അവൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ കാഹളധ്വനി കേൾക്കുമ്പോൾ പറന്നുയരുന്നത്. അങ്ങനെ പറന്നുയരുന്നവർ മാത്രമാണ് നവ യെരൂശലേം പുരി എന്ന ശാശ്വതമായ പാർപ്പിടത്തിൽ വസിക്കുക. പ്രിയ സഹോദരങ്ങളെ, നാം ഇവിടെ വന്നു ചേർന്നത് എത്രയോ നല്ലതാണ്. ഞാൻ തന്നെ ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ ഒരു സ്വർഗീയ അനുഭൂതി എനിക്ക് തോന്നി. എന്നാലൊന്ന് ആലോചിച്ചേ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ പറന്നുയർന്ന് യേശുക്രിസ്തു എന്ന മണവാളനുമായി വേളിയഴിക്കുന്ന നാൾ എത്രയോ മനോഹരം, എത്രയോ സുന്ദരം. പ്രിയരെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവേ, ഇന്ന് എന്നെ തൊടണമേ, എൻ്റെ ഹൃദയത്തെ ഒന്ന് തൊടണമേ, എൻ്റെ ഹൃദയത്തിൻ്റെ ആയിരിക്കുന്ന അവസ്ഥയെ എനിക്ക് കാണിച്ചു തരണമേ. കർത്താവെ, മണ്ണിനെ പ്രതി, ഈ ഭൂമിയിൽ കാണുന്ന മണ്ണിനെ പ്രതി യേശുവാകുന്ന മാണിക്യം എനിക്ക് നഷ്ടപ്പെട്ടു പോകരുതേ. ഈ ലോകം മുഴുവൻ നേടിയാലും എൻ്റെ ആത്മാവ് നശിച്ചു പോയി ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു പോകുവാൻ ഇടവരരുതേ എന്ന് നമുക്ക് ഇന്ന് ഈ പ്രാർത്ഥന ശുശ്രൂഷ സമയത്ത് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമുക്കൊന്ന് ചിന്തിക്കാം, ഈ പ്രാർത്ഥന ശുശ്രൂഷ നമ്മുടേതല്ല, അത് ദൈവത്തിൻ്റേതാണ്. ഈ മഹത്വം ഒന്നും നമുക്കുള്ളതല്ല,
ദൈവത്തിന് മാത്രമാണ് മഹത്വം. പ്രാർത്ഥന നമ്മുടേതല്ല, ദൈവത്തിൻ്റെതാണ്. എല്ലാം യേശുവിന് മാത്രം മഹത്വം. പ്രിയ സഹോദരങ്ങളെ, ആരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്? ഓരോ വ്യക്തി ഭൂമി, ഞാൻ ഇന്ന് തന്നെ എൻ്റെ ദേശം കോട്ടയത്താണ്, കൂത്താട്ടുള്ള മടത്ത് പുതുവേലി എന്ന ദേശത്താണ്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ തന്നെ ഒരുപാട് പേർ മരിച്ചുപോയ ആൾക്കാരുടെ ഫ്ലെക്സ് ഇതുപോലെ ഓരോ സ്ഥലത്തും ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അനേകർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മാറ്റപ്പെടുന്നവർ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ പോകുന്നത് എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? അത് മരിക്കുന്ന വ്യക്തിക്ക് ജീവനുണ്ടായിരിക്കണം. എങ്ങനെയാണ് മരിക്കുന്ന വ്യക്തിക്ക് ജീവനുണ്ടാകുക? ശരീരത്തിൽ മരിച്ച ഒരു വ്യക്തി ആത്മാവിൽ ജീവനുണ്ട് എങ്കിൽ മാത്രമേ ആ വ്യക്തി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അത് വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്. ശരീരത്തിൽ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചാലും ആത്മാവിൽ ജീവനുള്ളതായി, അത് സമർത്ഥമായ ജീവനോടെയാണ് എങ്കിൽ, നാം ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ഓൾ ഓൺ എ സഡൻ നാം ദൈവത്തിൻ്റെ മുഖം കാണും. ഇന്ന് നാം വിശ്വാസത്താൽ യേശുവിനെ കാണുന്നുവെങ്കിൽ അപ്പോൾ നാം തേജസ്സിൻ പ്രഭയിലായിരിക്കുന്ന യേശുവിനെ നേരിട്ട് അവൻ്റെ മുഖം കാണും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ആത്മാവിൽ എനിക്ക് ജീവനുണ്ടോ എന്ന് നാം ചിന്തിക്കണം. ഷോർട്ട് മെസ്സേജിൽ നാം കേട്ടു, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. എന്തിനാണ് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുന്നത്? യേശു നമ്മുടെ രക്ഷകനാണ്, യേശു നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്, യേശു നമ്മുടെ മണവാളനാണ്. എന്നാൽ യേശു നമ്മുടെ മുന്നോടിയാണ്, ഫോർ റണ്ണർ. ഈ ഭൂമിയിൽ നാം എങ്ങനെ ജീവിക്കണമെന്ന് യേശുവിൻ്റെ ജീവിതം വഴിയായി നമുക്ക് കാണിച്ചു തന്നു. ആ യേശുവിനെ ശ്രദ്ധിക്കുവിൻ. ഈ ഭൂമിയിൽ യേശു എങ്ങനെ ജീവിച്ചു അതുപോലെ നാം ജീവിക്കേണ്ടതാകുന്നു എന്ന് ദൈവമായ യേശു ദൈവത്വത്തിൻ്റെ അവകാശങ്ങളെ ഉരിഞ്ഞു വെച്ച് മനുഷ്യനായി പിറന്നുകൊണ്ട് ആ മാതൃക നമുക്ക് കാണിച്ചു തന്നു. ആ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. യേശു നമ്മുടെ മുന്നോടിയാണ്. ഞാൻ ഓടേണ്ട ഓട്ടം, ആത്മീയ ജീവിതത്തിൽ ഞാൻ ഓടേണ്ട ഓട്ടം എങ്ങനെ ഓടേണ്ടതെന്ന് എനിക്ക് മുമ്പേ കാണിച്ചു തന്ന എൻ്റെ മുന്നോടിയായ യേശു ക്രിസ്തു. യേശു നമ്മുടെ മുന്നോടി, യേശു നമ്മുടെ രക്ഷകൻ, യേശു നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, യേശു നമ്മുടെ അരുമ മണവാളൻ. പ്രിയ സഹോദരങ്ങളെ, അതിന് നമുക്കറിയാം, അടിമ വീടായ മിസ്രൈമിൽ നിന്ന് ലാൻഡ് ഓഫ് കനാൻ ദേശത്തേക്ക്, സ്വസ്ഥതയുടെ വീടായ കനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ ദൈവം നയിച്ചപ്പോൾ, മരുഭൂമി യാത്രയിലൂടെ 40 ആണ്ട് അവർ സഞ്ചരിച്ചപ്പോൾ ദൈവത്തിനെതിരെ പിറുപിറുത്ത് മത്സരിച്ചതുകൊണ്ട് അവർ മരുഭൂമിയിൽ പട്ടുപോയി. നാമും അടിമ വീടായ സാത്താൻ്റെ കാരാഗൃഹത്തുനിന്ന് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് നമ്മുടെ സ്വർഗീയ സിയോൻ പുരി, നാം ആദ്യത്തെ ഗാനത്തിൽ കേട്ടതുപോലെ സ്വർഗീയ സിയോൻ പുരിയിലേക്കുള്ള യാത്രയാണ് ഈ മരുഭൂമിയിലെ നമ്മുടെ യാത്ര. ഈ യാത്രയിൽ നാം പട്ടുപോകരുത്. നാം പട്ടുപോയാൽ സ്വർഗരാജ്യത്തിലെത്തുകയില്ല. നാം ദൈവത്തോട് മത്സരിച്ചാൽ നാം സ്വർഗരാജ്യത്തിലെത്തുകയില്ല. അതിന് നമുക്ക് എന്താണ് വേണ്ടത്? നമുക്കാദ്യമേ വേണ്ടത് ദൈവത്തിൻ്റെ ആളത്വം. നമുക്കറിയാം, നമുക്കൊരു ആളത്വമുണ്ട്. ദൈവത്തിൻ്റെ ആളത്വത്തിലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. എന്നാൽ പാപം ചെയ്യുക വഴി നമുക്കെന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ ആളത്വം മാറി സാത്താൻ്റെ ആളത്വം നമുക്ക് ലഭിച്ചു. നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നാം ആരായിരുന്നു, നമ്മുടെ ഹിസ്റ്ററി, നാം ആരായിരുന്നു എന്ന് വളരെ വ്യക്തമായി അവിടെ വരച്ച് കാണിക്കുകയാണ് പരിശുദ്ധാത്മാവ്. നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും
ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ. ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചത്, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദൈവത്തിൻ്റെ സ്വഭാവപ്രകാരം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്തായിരുന്നു ദൈവത്തിൻ്റെ സ്വഭാവം? ദൈവത്തിൻ്റെ വിശുദ്ധിയും നിർമ്മലതയും. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ആദവും ഹവ്വയും, നാം ഒക്കെയും ആദത്തിൻ്റെയും ഹവ്വയുടെയും മക്കളാണ്. എന്നാൽ സാത്താൻ്റെ സ്വഭാവം നമ്മിൽ പ്രവേശിച്ചത് എപ്പോഴാണ്? ഒരിക്കൽ സാത്താൻ ഹവ്വയുടെ അടുത്ത് വന്ന് ഏദൻ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ജീവവൃക്ഷത്തിൻ്റെ ഫലം, അതുപോലെ നന്മതിന്മകളെ സംബന്ധിച്ചുള്ള ഫലം, ഇങ്ങനെ 2 തരം വൃക്ഷങ്ങൾ പ്രധാനമായും അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നുവാനായി പ്രലോഭിപ്പിക്കുകയാണ്. ദൈവം പറഞ്ഞിരുന്നു, അത് തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന്. എന്നാൽ സാത്താൻ എന്താണ് പറഞ്ഞത്? നിങ്ങളിത് തിന്നാൽ ദൈവത്തെ പോലെയാകും. സാത്താൻ മനുഷ്യനോട് പറഞ്ഞത്, ഈ ഫലം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. നമുക്കറിയാം, ഈ ആദിയിൽ മനുഷ്യൻ വീഴുന്നതിന് മുമ്പ് ഒരു കൂട്ടം ദൂതന്മാരുടെ നേതാവായി ലൂസിഫർ വീണു. എപ്രകാരമാണ് ലൂസിഫർ വീണത്? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം തൊട്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൽ അവൻ ഹൃദയത്തിൽ നിരൂപിച്ചു എന്നാണ് പറയുന്നത്, ഞാൻ അത്യുന്നതനോട് സമനാകും. നമുക്കൊന്ന് വായിക്കാമോ? യെശയ്യാ പ്രവാചന പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം മുതൽ. സാത്താൻ്റെ പ്രകൃതി എന്താണ്, അത് എങ്ങനെയാണ് നമ്മിൽ ലഭിച്ചത്, അതാണ് നാം വായിച്ചു കേൾക്കുവാൻ പോകുന്നത്. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റു നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഞാൻ എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഞാൻ എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ആദ്യത്തെ അവൻ്റെ ആ ചിന്ത. വീണ്ടും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും. ഞാൻ അത്യുന്നതനോട് സമനാകും. വീണ്ടും, എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നല്ലോ നീ ഹൃദയത്തിൽ, അത് ഹൃദയത്തിൽ നിരൂപിച്ചതായ കാര്യമാണ്, അത് ദൈവം അറിഞ്ഞു. വീണ്ടും, എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും. ആ ലൂസിഫറിനും അവൻ്റെ ദൂതന്മാർക്കും ഉണ്ടായത്, അവർ പാതാളത്തിലകാത കൂപത്തിലേക്ക് എറിയപ്പെട്ടു എന്നുള്ളതാണ്. ഇവിടെ നാം വായിച്ചു കേട്ടു, സാത്താൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണ്? ഞാൻ എൻ്റേത്, ഞാൻ അത്യുന്നതിനോട് സമനാകും. അങ്ങനെ ദൈവത്തെക്കാൾ ഉപരിയായി സാത്താൻ തന്നെ പ്രതിഷ്ഠിക്കുന്നത് ഹൃദയത്തിൽ നിരൂപിച്ചു. അങ്ങനെ വീണുപോയ ദൂതന്മാർ, നമുക്കറിയാം ലൂസിഫർ എന്ന വാക്കിൻ്റെ അർത്ഥം ലൂച്ചെ എന്ന് പറഞ്ഞാൽ പ്രകാശം, ഫെറെ പ്രകാശം പരത്തുന്നവൻ, അത്യധികമായ പ്രകാശം പരത്തുന്നവനായ അത്രമാത്രം കോമള സുന്ദരനായിരുന്ന ലൂസിഫർ. ആ ലൂസിഫർ വീണുപോയി, അവൻ്റെ ഒരു പറ്റം ദൂതന്മാരെ കൂട്ടിക്കൊണ്ട്. എങ്ങനെ അവൻ വീണുപോയോ അതുപോലെ തന്നെ അവൻ മനുഷ്യരെ വീഴിക്കുകയാണ്. എങ്ങനെയാണ് വീഴ്ചത്? ഏദൻ തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം കഴിക്കുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞ ദൈവം, ആ ദൈവത്തിൻ്റെ വചനത്തിനെതിരായി സാത്താൻ പറയാണ്, നീ തിന്നാൽ ദൈവത്തെ പോലെയാകും. അങ്ങനെ സാത്താൻ്റെ കൽപ്പന കേട്ട മനുഷ്യൻ, ദൈവത്തിൻ്റെ കൽപ്പന ധിക്കരിച്ച മനുഷ്യൻ ഫലം കഴിച്ചു, പാപത്തിൽ മരിച്ചു,
ആത്മാവ് മരിച്ചു. ഇവിടെ നാം എന്താണ് വായിച്ചു കേട്ടത്? സാത്താൻ്റെ പ്രകൃതം മനുഷ്യന് ലഭിച്ചു. നാം ആദ്യമേ കണ്ടു, ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിൽ, തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവനായി സൃഷ്ടിച്ചു. അതേ മനുഷ്യൻ സാത്താൻ്റെ പ്രലോഭനത്തിൽ അകപ്പെട്ട് വീണു പോയപ്പോൾ സാത്താൻ്റെ അതേ സ്വഭാവം, സാത്താൻ്റെ പ്രകൃതമുള്ളവനായി തീർന്നു. സാത്താൻ്റെ കാരാഗ്രഹത്തിലായി തീർന്നു. ആ മനുഷ്യനാണ് എപ്പോഴും ഞാൻ, എൻ്റെ, എൻ്റേത്, എന്നോട് തുടങ്ങി. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞു കൊച്ചിനെ പോലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പൊസസീവ്നെസ്, ഒരു എന്താണ് ഇതെൻ്റേത് എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റം. പ്രിയ സഹോദരങ്ങളെ, ഈ സാത്താൻ്റെ പ്രകൃതം മാറുന്ന അവസ്ഥയ്ക്ക് പറയുന്നത് പേരാണ് വീണ്ടും ജനനം. മരിച്ചുപോയ ആത്മാവ് തിന്നുന്ന നാളിൽ മരിച്ചു. ആദാമിൻ്റെ സന്തതിയായിരിക്കെ നാമും മരിച്ചു. എങ്ങനെയാണ് നാം മരിച്ചത്? ആദത്തിൽ നാം ഉണ്ടായിരുന്നു. അന്ന് ആദത്തിൽ കോടാനുകോടി ജനങ്ങളുണ്ടായിരുന്നു. ഈ ഭൂമിയിൽ ജനിച്ചൊരു, ഇപ്പോൾ ഉള്ളൊരു, ഇനി ജനിക്കാനിരിക്കുന്നതിനൊക്കെ ആദാമിനുണ്ടായിരുന്നു. ആദാം പാപത്തിൽ മരിച്ചപ്പോൾ നാമും പാപത്തിൽ മരിച്ചു. അതുകൊണ്ടാണ് നാം സംസാരം കൊണ്ട് പാപം ചെയ്യാത്തപ്പോഴും, പ്രവൃത്തി കൊണ്ട് പാപം ചെയ്യാത്തപ്പോഴും, ചിന്തയിൽ പാപം ചെയ്തപ്പോഴും പ്രകൃതിയിൽ നാം പാപിയാണ്. നമുക്കുള്ള പ്രകൃതി അത് പാപപ്രകൃതിയാണ്. അതുകൊണ്ട് റോമാലേഖനത്തിൽ പറയുന്നത് എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടമാക്കി എന്ന് പറയുന്നത്. നാം എല്ലാവരും പാപികളാണ്. അതാണ് നാം ആദ്യമായി അംഗീകരിക്കേണ്ട വസ്തുത. ആദാമിൻ്റെ സന്തതിയാണോ നാം? പാപപ്രകൃതിയുള്ളവരാണ്. എത്രമാത്രം രാവിലെ എഴുന്നേറ്റ് ഇന്ന് ഞാൻ പാപം ചെയ്യില്ല, എന്നെ കണ്ണുകൾ കൊണ്ട് ഞാൻ പാപം ചെയ്യില്ല, എൻ്റെ നാവ് കൊണ്ട് ഞാൻ പാപം ചെയ്യില്ല, എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ പാപം ചെയ്യില്ല എന്ന് എത്രമാത്രം സമ്മതിച്ചാലും നാം പാപത്തിൻ്റെ പ്രകൃതിയുള്ളവരാണ്. കാഞ്ഞിരക്കുരു എത്ര നാൾ പാലിലിട്ടാലും കാഞ്ഞിരക്കുരു കഴിക്കും. മൂർഖൻ പാമ്പിന്, മൂർഖൻ കുഞ്ഞ്, അതിൻ്റെ സ്വഭാവം എന്താണ്? എത്രമാത്രം അതിനെ വളർത്തിയാലും അത് കടിച്ചു കഴിഞ്ഞാൽ അതിന് വിഷമുണ്ട്. എന്നതുപോലെ പാപത്തിൻ്റെ വിഷം നമ്മിലുണ്ട്. ഈ പാപത്തിൻ്റെ വിഷമുള്ളവനായി, ആത്മാവിൽ മരിച്ചവനായി ഈ ഭൂമിയിൽ നിന്ന് നാം മാറ്റപ്പെട്ടു പോയുള്ള അവസ്ഥ എന്താണ് പ്രിയരെ? നാം നിത്യനരകത്തിലേക്ക് പ്രവേശിക്കും. അതാണ് ആരംഭത്തിലേ ഞാൻ പറഞ്ഞത്. ഈ ഭൂമിയിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള യോഗ്യത ആത്മാവിൽ ജീവനുള്ളവർക്കാണ്. നമുക്കൊന്ന് ചിന്തിക്കാം, ഇപ്പോൾ ഞാൻ ഇവിടെ ആയിരിക്കുന്നു, എൻ്റെ ആത്മാവിന് ജീവനുണ്ടോ? നാം ഈ പ്രാർത്ഥന മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാം വീട്ടിലേക്ക് തിരിച്ചു പോകും. ഒരിക്കൽ നാം ന്യായവിധിയെ വ്യക്തിപരമായി അഭിമുഖീകരിക്കും. ഒരിക്കൽ നാം മരണക്കിടക്കയിൽ കിടക്കും. അന്ന് നാം ഈ ഭൂമിയിൽ നിന്ന് വിട പറയണം. എല്ലാവരും പോയേ പറ്റൂ. അന്ന് നമുക്ക് പിന്നീട് പോയ ശേഷം നമുക്ക് വീണ്ടും ഒരു റീതിങ്കിങ്ങിനുള്ള അവസരമില്ല. ഇവിടെ ഈ ഭൂമിയിൽ വെച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ആത്മാവിൽ എനിക്ക് ജീവനുണ്ടോ എന്ന്. അതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. എന്താണ് വീണ്ടും ജനനം? ഈ ആത്മാവിൻ്റെ റീബേർത്ത്, വീണ്ടും മരിച്ചുപോയ ആത്മാവിന് യേശുക്രിസ്തുവിൻ്റെ വചനത്തിലൂടെ വീണ്ടും ജീവൻ ലഭിക്കുന്നത്. അതാണ് വീണ്ടും ജനനം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കർത്തൃ ദിവസമാണ്. ഇന്ന് ഭൂരിഭാഗം പേരും അവരായിരിക്കുന്ന സഭകളിൽ പോയി, പള്ളികളിൽ പോയി കുർബാന കണ്ടിരിക്കാം. നാം ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ, ഞങ്ങൾ കത്തോലിക്ക സഭയിലൊക്കെ എല്ലാ മരിച്ചെടുക്ക സമയത്തും അച്ഛൻ ഈ ഫ്യൂണറൽ മധ്യേ പറയാറുണ്ട്, ഈ വ്യക്തി ആത്മാവ് എല്ലാ ദിവസവും കുർബാന കണ്ടിരുന്നു, ഈ വ്യക്തിയുടെ ആത്മാവ് തീർച്ചയായിട്ടും സ്വർഗരാജ്യത്തിൽ എത്തുമെന്നൊക്കെ. ആരുടെ ആത്മാവാണ് സ്വർഗത്തിൽ എത്തുന്നത്? ഞാൻ ഒന്ന് ചോദിക്കുകയാണ്, അനുദിനം പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കുന്നത് നല്ലതാണ്. കുർബാന സ്വീകരിച്ചാൽ ആ വ്യക്തിയുടെ ആത്മാവ് സ്വർഗത്തിലെത്തുമോ? വിശുദ്ധ കുർബാന ജീവനുള്ളവർക്കാണ്. നാം എല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരാണ്. ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചു,
ഈ ഭക്ഷണം നമുക്ക് ജീവൻ ഉള്ളത് കൊണ്ട് നാം കഴിച്ചു, ശരിയല്ലേ? ജീവനില്ല എങ്കിൽ നാം ഭക്ഷണം കഴിക്കുകയില്ല. എന്നതുപോലെ വിശുദ്ധ കുർബാന ആത്മാവിൽ ജീവനുള്ളവർക്കാണ്. നമ്മുടെ ആത്മാവിന് ജീവനില്ലാതെയാണ് നാം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് എങ്കിൽ നാം അത് അനുഗ്രഹത്തിന് പകരം ശാപമായി തീരും. എന്നാൽ എങ്ങനെയാണ് നമ്മുടെ ആത്മാവിന് ജീവനുണ്ട്? പള്ളിയിൽ പോകുന്നത് തെറ്റെന്നല്ല, പള്ളിയിൽ പോകണം, വിശുദ്ധ കുർബാന സ്വീകരിക്കണം. എങ്ങനെയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്? ആരാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്? ആത്മാവിൽ ജീവനുള്ളവർ, ആദാമ്യ സന്തതിയിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ മക്കളായി തീർന്നവർക്കാണ് ആത്മാവിൽ ജീവൻ ലഭിക്കുക. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. അപ്പം ദൈവമക്കൾക്കാണ് ജീവനുള്ളത്. യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനാണ്. ജീവനുണ്ടായാൽ പോരാ, സമൃദ്ധിയായ ജീവൻ. ഈ ഇക്കര നാട്ടിൽ നിന്ന് അക്കരെ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ സമൃദ്ധിയായ ജീവനുണ്ടാകണം. ഈ ജീവനുണ്ടാകണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? യോഹന്നാൻ 5:39 നടക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം. അതിൻ്റെ എന്താണ് നമ്മുടെ ആത്മാവിന് ജീവൻ നൽകുന്നത്? യേശു പറഞ്ഞ വാക്കുകളാണ്. ലേഖനങ്ങളിൽ നിന്ന് മാറി യേശു പറഞ്ഞു എങ്ങനെയാണ് നമ്മുടെ ആത്മാവിന് ജീവൻ ഉണ്ടാകുക. എഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. ദൈവത്തിന് സ്തോത്രം. തിരുവെഴുത്തുകളിലൂടെ നിങ്ങൾക്ക് ജീവൻ ലഭിക്കുന്നു. എന്താണ് തിരുവെഴുത്ത്? എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിലൂടെ. വചനം ജീവനുള്ളതാണ്. നാം ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കുന്നത് പോലെയല്ല ദൈവവചനം. ദൈവവചനത്തിന് ജീവനുണ്ട്. ആ ജീവനുള്ളതായ ദൈവവചനം നമ്മുടെ ആത്മാവിന് ജീവൻ നൽകുന്നു. അപ്പോൾ നമുക്കറിയാം, വിശുദ്ധ കുർബാനയിൽ ഒന്ന് വചനത്തിൻ്റെ വ്യാഖ്യാനമുണ്ട്, ബ്രേക്കിംഗ് ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ്. വചനവ്യാഖ്യാനം, വചനത്തെ മുറിക്കുന്നതുണ്ട്. 2 ബ്രെഡ് മുറിക്കുന്ന, ബ്രേക്കിംഗ് ഓഫ് ദി ബ്രെഡ് ഓഫ് ഗോഡ്. 1 വചനവ്യാഖ്യാനം. എന്തിനാണ് വചനവ്യാഖ്യാനം? വചനത്തിലൂടെ പള്ളിയിൽ വന്നിരിക്കുന്നവരുടെ ആത്മാവിന് ജീവൻ ലഭിക്കത്തക്ക രീതിയിലുള്ള വചനം മുറിക്കൽ. അങ്ങനെ വചനം മുറിച്ചത് വഴിയായി ജീവൻ ലഭിച്ച ഓരോ വ്യക്തിയും പിന്നെ യേശുവിൻ്റെ ശരീരവും രക്തവും മുറിക്കുന്ന സമയത്ത് അത് സ്വീകരിക്കുവാൻ യോഗ്യനായിത്തീരുന്നു. അവന് നിത്യജീവൻ ലഭിക്കുന്നു. അവൻ ദൈവരാജ്യത്തിന് അവകാശിയായി തീരുന്നു. അപ്പോൾ ഒന്ന്, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ഛായയിലും ദൈവത്തിൻ്റെ സദൃശ്യത്തിൽ നമ്മെ സൃഷ്ടിച്ചു. എന്നാൽ പാപം വഴി നാം വീണുപോയ മനുഷ്യൻ ആദാമ്യ സന്തതിയാണ്. ആ മനുഷ്യൻ ആ നിലയിൽ മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി തീർച്ചയായിട്ടും നിത്യനരകത്തിൽ പോകും. അതിനു വേണ്ടി യേശുക്രിസ്തു, പിതാവായ ദൈവം തൻ്റെ സ്വന്തം പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. യേശു നമുക്ക് വേണ്ടി വീണ്ടെടുപ്പുകാരനായി തീർന്നു. യേശു നമുക്ക് വേണ്ടി വീണ്ടെടുപ്പുകാരനായി തീർന്നു. എന്തിനാണ് വീണ്ടെടുപ്പുകാരനായി തീർന്നത്? നമ്മെ പാപത്തിൻ്റെ അടിമവീടായ മിസ്രൈമിൽ നിന്നും, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ യേശു നമ്മുടെ പാവങ്ങളെ, ഓൾട്ടർനേറ്റീവ് ഡെത്ത്, നമ്മുടെ പാവങ്ങളെ യേശു ഏറ്റെടുത്തു. പാപത്തിന് ശിക്ഷയുണ്ട്, പാപത്തിന് തീർച്ചയായും ശിക്ഷയുണ്ട്. പാപത്തിൻ്റെ ശമ്പളം മരണമുണ്ട് പാപത്തിന്. എന്നാൽ എൻ്റെ സ്ഥാനത്ത് എൻ്റെ പാപത്തിന് ഞാൻ മരിക്കേണ്ട ഇടത്ത് യേശു എൻ്റെ പാപത്തെ ഏറ്റെടുത്തു. എന്നിട്ട് എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയായ മരണം യേശു തൻ്റെ ശരീരത്തിന്മേൽ പിതാവാദൈവം അവനെ തകർത്ത് കളയുവാൻ തക്കവണ്ണം ക്രൂശിക്കപ്പെട്ടു. അങ്ങനെ നാം പാപത്തിൽ നിന്ന് എന്നേക്കുമായി വിടുതൽ ചെയ്തു. അതത്രയും നാം വിശ്വസിക്കേണ്ടത്. നമുക്കറിയാം കൃപയുടെ ആവശ്യം എന്താണ്, എവിടെയാണ് കൃപ വേണ്ടത്? പ്രിയ സഹോദരങ്ങളെ, ഞാൻ വിശ്വസിച്ചിരുന്നത് ഈ കൂട്ടായ്മയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഇതുപോലെ എൻ്റെ ഡിഗ്രിയുടെ അവസാന വർഷമാണ് ഞാൻ ഈ കൂട്ടായ്മയെപ്പറ്റി കേൾക്കുവാനും അതിനുപരിയായി ഒരു വീണ്ടെടുപ്പുകാരനായ യേശുവിനെ പറ്റി ആദ്യമായി കേട്ടത്. അതിനു മുമ്പ് ഞാൻ പള്ളിയിൽ പോയിരുന്നു, കാറ്റക്കിസം വേദപാഠത്തിൽ സംബന്ധിച്ചിരുന്നു.
അപ്പോഴൊക്കെ എൻ്റെ വിചാരം വരുന്നത്, നല്ല രീതിയിൽ ജീവിക്കുക, ഭക്തിയോടെയുള്ളൊരു ജീവിതം, നല്ല മനുഷ്യനായി ജീവിച്ച് മരിക്കുക, എനിക്ക് സ്വർഗം കിട്ടും. അത്ര മാത്രമേ ഞാൻ അവിടെ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു എന്തിനു വേണ്ടി എന്ന് എനിക്കറിയില്ല. കാരണം നമുക്കറിയാം ഒരു ഹോളി വീക്കുണ്ട്, അതിൻ്റെ അകത്ത് പെസഹ വ്യാഴം, അതുപോലെ തന്നെ ദുഃഖവെള്ളി, ദുഃഖശനി, അതുപോലെ തന്നെ ഈസ്റ്റർ തുടങ്ങിയൊക്കെ ഞാൻ ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ യേശുവിൻ്റെ മരണം വഴിയായി എൻ്റെ പാപം മോചിക്കുന്നത് എങ്ങനെ, യേശു ക്രൂശിൽ മരിച്ചത് എന്തിന്, അതൊന്നും എനിക്കന്ന് അറിയില്ലായിരുന്നു. അന്ന് ഞാൻ ചിന്തിച്ചിരുന്നത് എൻ്റെ സ്വന്തം പരിശ്രമത്താൽ നല്ല ജീവിതം നയിക്കുക, സ്വന്തം പരിശ്രമം, അവിടെ ദൈവത്തിൻ്റെ സഹായമൊന്നുമില്ല. അങ്ങനെ ഒരു നല്ല ഭക്തനായി ജീവിച്ച് സ്വർഗത്തിലെത്തുക, സ്വർഗം കരഗതമാക്കുക, അതായിരുന്നു അന്ന് ഞാൻ ചിന്തിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഡിഗ്രി ലാസ്റ്റ് ഇയർ ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ കൂടി ഒരു റൂമിലാണ് താമസിച്ചിരുന്നത്. കാരണം അന്ന് എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് കെമിസ്ട്രി പ്രാക്ടിക്കലുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും താമസിക്കും. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും റൂമെടുത്ത് താമസിക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത്, എൻ്റെ കൂട്ടുകാരൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഒരു ചെറിയ കഷ്ണം പേപ്പറുമായി ആരും കാണാതെ എവിടെയെങ്കിലും ഒരു മൂലയിൽ പോയി കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്. അന്ന് വരെ ഞാൻ തകർന്നതും നുറുങ്ങിയതുമായ ഹൃദയത്തെ ദൈവമേ അങ്ങ് നിരസിക്കുകയില്ല. ഇന്ന് നാം സങ്കീർത്തനം 34 വായിച്ച് കേട്ടു. തകർന്നതും നുറുങ്ങിയതുമായ ഹൃദയമുണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക ചൊല്ലി, നമുക്കറിയാം, നമ്മൾ കുറച്ച് പുസ്തകത്തിൽ കാണുന്നതായ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് സ്തുതി പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നു, കുർബാന കാണുന്നു, ഇങ്ങനെയൊക്കെ ജീവിച്ച് ഒരിക്കൽ മരിക്കുന്നു. പക്ഷേ തകർന്നതും നുറുങ്ങിയതുമായ ഹൃദയത്തോടെ എൻ്റെ കൂട്ടുകാരൻ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായി. ഇപ്രകാരമാണ് അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഞാൻ ആ വ്യക്തിയെ ക്ലോസായിട്ട് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കണ്ടു ആ വ്യക്തി സംസാരിക്കുന്നതൊക്കെയും ഈ എന്താ പറയുക, പൊട്ടത്തരം, ഈ കളിവാക്ക് എന്ന് പറഞ്ഞാൽ പറയുന്ന വാക്കുകളൊക്കെയും, അത് ആ വ്യക്തി ഒരു വാക്ക് സംസാരിച്ചാൽ നമുക്ക് നമ്മുടെ ആത്മീയതയെ വർദ്ധിക്കും. ആത്മീയത പ്രദാനം ചെയ്യുന്ന വാക്കുകൾ, ആ വാക്കുകളാണ് സംസാരിക്കുന്നത്. ആ വ്യക്തിയുടെ ജീവിതം ഞാൻ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ചിന്തിക്കുന്നതിനപ്പുറം ഒരു ആത്മീയ ജീവിതമുണ്ട്, അത് ഞാൻ പിന്തുടരുന്ന ജീവിതമല്ല എന്ന്. അങ്ങനെ ഒരു ആവശ്യക്കാരനായി ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, സഹോദര, കൂട്ടുകാരാ, നീ എങ്ങനെയാണ് നിനക്കിത് സാധിക്കുന്നത്? അന്നേരമാണ് ഈ കൂട്ടായ്മയെപ്പറ്റി എന്നെ പരിചയപ്പെടുത്തുന്നത്. അതുവരെയും ഞാൻ അങ്ങനെ ഒരു കൂട്ടായ്മയിൽ പോകുന്നുണ്ടെന്നോ ഒന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ ഞാൻ ആവശ്യക്കാരനായി ആ വ്യക്തിയുടെ സാക്ഷ്യജീവിതം കണ്ട് ആ വ്യക്തിയോട് ചോദിച്ചപ്പോൾ മാത്രമാണ് ഈ കൂട്ടായ്മയെപ്പറ്റി എന്നോട് പറഞ്ഞത്. അന്ന് തൊട്ട് ഞാൻ ഈ കൂട്ടായ്മയിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി, അന്നൊക്കെ നിലത്തിരിക്കുക, ആരംഭകാലങ്ങൾ 94, 95 ആ സമയത്തായിരുന്നു. അന്നൊക്കെ ഞാൻ നിലത്തിരിക്കുമ്പോൾ ഇടതും വലതും മുമ്പിലും പുറകിലും ഇരിക്കുന്നവരൊക്കെയും പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്താൽ തങ്ങളുടെ പാപങ്ങളെ ഓർത്ത് നുറുങ്ങിയ ഹൃദയത്തോടെ കരയുന്നവരെ എനിക്ക് കാണാൻ സാധിച്ചു. അനേകർ കരയുകയാണ്, ആനന്ദ കണ്ണീർ ആത്മാവിൻ്റെ പ്രവാഹത്താൽ കരയുന്നു, സന്തോഷത്തോടെ എഴുന്നേൽക്കുന്നു. നാം കേട്ടിട്ടില്ലേ, കൂട്ടായ്മയിൽ ആ പ്രാർത്ഥനാ ഹാളിൻ്റെ അടുത്ത് എത്തുമ്പോഴേ നമ്മുടെ ആത്മാവ് തരളിതമാകുകയാണ്. സന്തോഷത്താൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് അങ്ങനെ ഒരു അനുഭവമുള്ള ഒരു ജീവിതം പ്രിയ സഹോദരങ്ങളെ ദൈവം കൃപയാൽ തന്നു. അന്നു തൊട്ട് ദൈവത്തിൻ്റെ ആ സന്നിധിയിൽ ജീവിക്കുവാൻ ആദ്യ സ്നേഹത്തിൻ്റെ അനുഭവം. എന്താണ് ആദ്യ സ്നേഹമെന്ന് അന്ന് ഞാൻ അനുഭവിച്ചു. എന്താണ് ആദ്യ സ്നേഹം? ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. രാത്രിയുടെ യാമങ്ങളിലൊക്കെയും ദൈവത്തെ സ്തുതിച്ചിട്ടും മതിയാകുന്നില്ലാത്തത്, ദൈവത്തെ സ്തുതിക്കുമ്പോഴൊക്കെയും ആനന്ദം കൊണ്ട് നിറയുന്നത്. അങ്ങനെ ആനന്ദത്താൽ അത് ഫസ്റ്റ് ബ്രൈഡൽ ലവ്, ആദ്യ സ്നേഹം എന്ന് അന്നെനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. യേശു എന്ന അരുമ മണവാളനോടുള്ള അത്യധികമായ സ്നേഹം, അത് എന്ന് എനിക്ക് മനസ്സിലായി. വീണ്ടും തുടർന്നുള്ളതായ നാളുകൾ കഴിഞ്ഞു. പിന്നീട് ജീവിതത്തിൽ ഞാൻ അന്ന് ഓർക്കുന്നുണ്ട്, ഞാൻ
പാപത്തിൽ മേൽ ജയം കിട്ടുവാൻ വിഷമിച്ചിരുന്ന സകല പാപങ്ങളും ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ജയിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ അറിഞ്ഞു. അത് വ്യക്തിപരമായി എനിക്കൊരു അനുഭവമുണ്ടായി. ചില പാപങ്ങളൊക്കെ എങ്ങനെയാണ് ജയിക്കുക? സ്വന്തം പരിശ്രമം കൊണ്ട് അന്ന് വരെയും ജയിക്കുവാൻ ഞാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ എങ്ങനെ പാപത്തെ ജയിക്കുക എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ അനുഭവമായി തീർന്നു. വീണ്ടും അനുഭവ ജീവിതത്തിൽ മുന്നോട്ട് പോയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ വീഴുക, എഴുന്നേൽക്കുക, വീഴുക, എഴുന്നേൽക്കുക എന്ന അനുഭവമുണ്ടായി. അപ്പോൾ ഞാൻ ആത്മീയ മക്കളോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, ദൈവം നമ്മെ കൈപിടിച്ച് നടത്തും, എന്നാൽ ദൈവത്തിൽ നിന്ന് നാം എപ്പോൾ വേർപെടുന്നുവോ അപ്പോൾ നാം വീഴും. നാം ദൈവത്തിൽ നിന്ന് എപ്പോൾ ആശ്രയം മാറ്റി നമ്മിൽ ആശ്രയിക്കുന്നുവോ അപ്പോൾ നാം വീഴും. നാം നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കുമ്പോൾ, നമ്മുടെ ബാങ്ക് ബാലൻസിൽ നാം ആശ്രയിക്കുമ്പോൾ, നമ്മുടെ മക്കളിൽ നാം ആശ്രയിക്കുമ്പോൾ, നമ്മുടെ കൂട്ടുകാരിലും നമ്മുടെ ആരോഗ്യത്തിലും സമ്പത്തിലും എല്ലാം നാം ആശ്രയിക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതത്തിൽ ഒറ്റ കാര്യമുള്ളൂ. 2 തിരഞ്ഞെടുപ്പാണ്. ഒന്ന് ദൈവത്തിൻ്റെ ഹിതം, 2 നമ്മുടെ ഹിതം. നമ്മുടെ ഹിതം ചെയ്താൽ പാപമായി. ദൈവത്തിൻ്റെ ഹിതം ചെയ്താൽ അതാണ് ജയജീവിതം. 2 തിരഞ്ഞെടുപ്പാണുള്ളത്. ഒന്ന് നമ്മുടെ ഹിതം. നമുക്കറിയാം, യേശുക്രിസ്തുവിന് പോലും പ്രലോഭനമുണ്ടായി, ശരിയല്ലേ? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ മരുഭൂമിയിലെ പരീക്ഷയിൽ യേശുക്രിസ്തുവിന് പോലും പ്രലോഭനമുണ്ടായി. എന്തിനാണ് യേശുക്രിസ്തു പ്രലോഭനം ഉണ്ടായത്? നമുക്കറിയാം, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. എപ്രകാരമാണ് വന്നു? നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി എന്ന് പറഞ്ഞാൽ ദൈവമായ യേശുക്രിസ്തു 33.5 വർഷക്കാലത്തേക്ക് മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിൽ ജനിച്ചു. എന്തിനു വേണ്ടി? യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു പൂർണ്ണ ദൈവം എന്ന് പറയാൻ കാരണം? യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ തൻ്റെ ദൈവത്വത്തെ ഒഴിഞ്ഞു വെച്ചില്ല. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ തൻ്റെ ദൈവത്വം ഉരിഞ്ഞു വെക്കുന്നതിന് പകരം ദൈവത്വത്തിൻ്റെ അവകാശങ്ങളെ ഉരിഞ്ഞു വെച്ചു. മരുഭൂമിയിലെ പ്രലോഭനത്തിൽ ദൈവം ഒരിക്കലും പ്രലോഭിക്കപ്പെടുന്നവനല്ല. എന്നാൽ പ്രലോഭിക്കപ്പെടാതിരിക്കുവാനുള്ള ദൈവത്തിൻ്റെ അവകാശങ്ങളെ ഉരിഞ്ഞു വെച്ചു. എന്തിനു വേണ്ടി? പാപമൊഴികെ സകലത്തിലും ദൈവം നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു എന്നത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുവാൻ. അങ്ങനെ യേശുവും പരീക്ഷിക്കപ്പെട്ടു. പ്രലോഭിപ്പിക്കപ്പെടാതിരിക്കാനുള്ള അവകാശം ഉരിഞ്ഞു വെച്ചതേ ഉള്ളൂ. എന്നിട്ട് പ്രലോഭനം ഉണ്ടാകുന്ന ഒരിക്കലും തെറ്റല്ല. എന്നാൽ പ്രലോഭനം ഉണ്ടായി പ്രലോഭനത്തിൽ വീണു പോകുന്നതാണ് തെറ്റ്. പ്രലോഭനം ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു 2 കാര്യങ്ങൾ. ഒന്ന് ദൈവത്തിൻ്റെ ഹിതം. അവിടെ 2 ചോയ്സാണ് പറയുന്നത്. പ്രലോഭനം ഉണ്ടാകുമ്പോൾ, ഒരു പാപം ചെയ്യുവാൻ ഒരു പ്രലോഭനം ഉണ്ടാകുമ്പോൾ 2 ചോയ്സ്. ഒന്ന്, ദൈവത്തിൻ്റെ ഹിതമാണോ ഞാൻ ചെയ്യേണ്ടത്, അതോ എൻ്റെ സ്വന്തം ഹിതം ചെയ്യണമോ? യേശുക്രിസ്തുവും ഈ ഭൂമിയിലേക്ക് ജനിച്ചത് ദൈവത്തിൻ്റെ ഹിതം മാത്രം ചെയ്യുവാനായി സൃഷ്ടിക്കപ്പെട്ട, പ്രോഗ്രാം ചെയ്യപ്പെട്ട ഒരു റോബോട്ടിക് മനുഷ്യൻ, ഒരു യന്ത്ര മനുഷ്യനെ പോലെയല്ല ഈ ഭൂമിയിൽ വന്നത്. യേശുക്രിസ്തുവിന് മുമ്പിലും ഈ തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എന്നാൽ ഒരു നിമിഷം പോലും യേശുക്രിസ്തു സ്വന്തം ഹിതത്തിന് വഴിപെട്ടില്ല, പിതാവിൻ്റെ ഹിതം ചെയ്തു. അങ്ങനെ യേശുക്രിസ്തു മഹത്വപ്പെട്ടു, ഉയർപ്പിക്കപ്പെട്ടു. നമ്മുടെ ജീവിതത്തിലും ഞാൻ പറഞ്ഞു, വീഴുന്നു, എഴുന്നേൽക്കുന്നു, വീഴുന്നു, എഴുന്നേൽക്കുന്നു. എപ്പോഴാണ് വീഴുന്നത്? നമ്മുടെ ഹിതം നാം ചെയ്യുമ്പോൾ നാം വീഴുന്നു. ദൈവത്തിൻ്റെ ഹിതം ചെയ്യുമ്പോൾ നാം ജയാളിയാകുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നാം ആരംഭം തൊട്ട് ശ്രദ്ധിക്കേണ്ടതായ കാര്യം, എങ്ങനെയാണ് ജയാളിയാകേണ്ടത്?
ഒരു അണുവിൽ പോലും സ്വയം കടന്നു വരരുത്. നാം ആദ്യമേ കേട്ടു, സ്വയം, ഞാൻ, എൻ്റേത്. അത് സാത്താൻ്റെ പ്രകൃതിയാണ്. എപ്പോൾ എന്നിലെ സ്വയം, എൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ മുതിരുന്നുവോ, എന്നിലേക്ക് സാത്താൻ്റെ പ്രകൃതി കടന്നു വരുന്നു. എപ്പോൾ ഞാൻ കർത്താവേ നിൻ്റെ ഹിതം പോലെ ആകണമേ, ഒരു പാട്ടുമുണ്ട്, നിൻ്റെ ഹിതം പോലെ ആകണമേ എന്ന് നാം ചിന്തിക്കുമ്പോൾ നാം ഉടൻ തന്നെ ജയാളിയാകുന്നു, ജയവീരനാകുന്നു. ആ ജയവീരൻ പ്രാർത്ഥനാവീരനാകുന്നു. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ കർത്താവേ, അവിടുത്തെ ആത്മാവിനാൽ നിറച്ച് നാം ഇന്ന് ഗാനശുശ്രൂഷ കേട്ടു, ആത്മാവ് മഴ പെയ്ത് ഇറങ്ങുന്നത് പോലെ എന്നിൽ ആത്മാവ് ഇറങ്ങണമേ എന്ന്. ആത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജയജീവിതം നമുക്ക് സാധ്യമല്ല പ്രിയ സഹോദരങ്ങളെ, ജയജീവിതം നമുക്ക് സാധ്യമല്ല. എന്നാൽ ജയോത്സവമായി നമ്മെ നടത്തുന്ന ദൈവത്തിന് സാധ്യമാണ്. നമുക്കറിയാം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ, അതുപോലെ യൂദാ ലേഖനം 24-ാമത്തെ വാക്യത്തിൽ ജയോത്സവം നമുക്ക് എങ്ങനെയാണ് ജയജീവിതം ലഭിക്കുക എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വിശുദ്ധ മത്തായി 1:21 വായിക്കുമോ? അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട്. യേശുക്രിസ്തു പാപങ്ങളെ മോചിക്കുന്നവൻ മാത്രമല്ല, നമ്മെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനാണ്. അതാണ് ജയജീവിതം. നമുക്കറിയാം, ഫോർഗീവിങ് ദ സിൻസ്, പാപങ്ങളെ മോചിക്കുക, അത് ദൈവം ചെയ്യുന്നു. എന്നാൽ അത് മാത്രമല്ല, എന്താണ്? സേവ് ദ പീപ്പിൾ ഫ്രം ദർ സിൻസ്, ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ. ആ യേശുക്രിസ്തുവിന് നമ്മെ പാപം മോചിക്കുവാൻ മാത്രമല്ല, നമ്മുടെ പാപത്തിൽ നിന്ന് എന്നേക്കുമായി രക്ഷിപ്പാനും കഴിവിനുള്ളവനാണ് എന്നുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. യൂദാ ലേഖനം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിലും നമ്മെ ജയോത്സവമായി നടത്തുന്ന ഒരു വാക്യമുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് ജയജീവിതം സാധ്യമാകുന്നത് എന്ന് നമുക്ക് ഒന്ന് വായിച്ചു കേൾക്കാം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ ദൈവത്തിന് സ്തോത്രം. നമ്മെ വീഴാതെ ജയോത്സവമായി നടത്തുന്നവൻ ആരാണ്? യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തു ഒന്ന് നമ്മെ പാപത്തിൽ നിന്ന് മോചിക്കുന്നവൻ മാത്രമല്ല, നമ്മെ ജയവീരനായി, എ വിക്ടോറിയസ് ലിവിങ്, ജയവീരനായി. നമുക്കറിയാം, ഇതൊരു പോർക്കളമാണ്, മരുഭൂമി യാത്രയാണ്. ഇവിടെ പോർക്കളമാണ്. സാത്താനോട് നമുക്ക് യുദ്ധമുണ്ട്, ലോകത്തോട് നമുക്ക് യുദ്ധമുണ്ട്, ജഡത്തോടും ജഡത്തിൻ്റെ മോഹങ്ങളോട് അതിൻ്റെ അനുരാഗങ്ങളോടും നമുക്ക് യുദ്ധമുണ്ട്. നമുക്ക് നമ്മോട് തന്നെ യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ, ഈ പോരാട്ടത്തിൽ യുദ്ധം ചെയ്ത് നാം തന്നെയല്ല യുദ്ധം ചെയ്യുന്നത്, നമുക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുന്നു. അങ്ങനെ യുദ്ധം ചെയ്ത് ഒരിക്കൽ നാം മരണക്കിടക്കയെ അഭിമുഖീകരിച്ച് അക്കരെ നാട്ടിലേക്ക്, നാം പ്രിയം വെച്ച നാട്ടിലേക്ക് ഒരിക്കൽ കടന്നു ചെല്ലും. അതാണ് ആത്മീയ ജീവിതം, അതാണ് ക്രിസ്തീയ ജീവിതം. പ്രിയ സഹോദരങ്ങൾ, എത്ര ഭാഗ്യശാലികളാണ് നാം ഈ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്കിത് അറിയുവാനിടയായത്. നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസന്നിധിയിൽ, ദൈവത്തോട്. നമുക്കൊരു പാട്ട് പാടാം. യാത്ര ചെയ്യും ഞാൻ കുരിശയെ നോക്കി, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. വീണ്ടും കണ്ണുകളെ അടച്ച് യേശുക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് സ്തേഫാനോസ് നോക്കിയതുപോലെ
തേജസ്സാർന്നതായ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്, കർത്താവേ, ഞാൻ കുരിശിനെ നോക്കി ഞാൻ യുദ്ധം ചെയ്യും. നമുക്ക് ഒന്നുകൂടെ പാടാം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 43 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവനെ നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളക. ഊനനായി ജീവനിൽ കടക്കുന്നത് 2 കൈയുമുള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. നിന്റെ കാൽ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളക. മുടന്തനായി ജീവനിൽ കടക്കുന്നത് 2 കാലുമുള്ളവൻ ആയി കെടാത്ത തീയായ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂന്നുകളക. ഒറ്റക്കണ്ണനായി ദൈവരാജ്യത്തിൽ കടക്കുന്നത് 2 കണ്ണുള്ളവനായി അഗ്നിനരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല. എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും. ഉപ്പ് നല്ലത് തന്നെ. ഉപ്പ് കാരമില്ലാതെ പോയാലോ എന്തൊന്നിനാൽ അതിന് രസം വരുത്തും. നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരുമായിരിപ്പിൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം ഇടർച്ചയെ പറ്റിയാണ് വായിച്ച് കേട്ടത്. യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് തൻ്റെ ക്രൂശുമെടുത്ത് അനുഗമിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഇടർച്ച ഉണ്ടാകും. ഇടർച്ച ആരിൽ നിന്നൊക്കെയാണ് ഉണ്ടാകുന്നത്? നമുക്കറിയാം, ഒന്നാമത് ലോകത്തിൽ നിന്ന് ഇടർച്ച ഉണ്ടാകും. നമുക്കറിയാം, നാം ജീവിക്കുന്നത് ലോകത്തിലാണ്. ലോകത്തിൽ കുഞ്ഞുങ്ങളാണ് തന്നെ സ്കൂളിൽ പോകുമ്പോൾ ആ സ്കൂളിലായിരിക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഇടർച്ചകളുണ്ടാകും. പണ്ടത്തെ പോലെ അല്ല, ഇപ്പോൾ പിന്നെയും ചലഞ്ചിങ് ആണ് ഈ സ്കൂൾ ജീവിതം ഒരു ആത്മീയ ജീവിതത്തിൽ. അപ്പോൾ അതുപോലെ തന്നെ നാം മുതിർന്നവരാണെങ്കിൽ തന്നെയും നമുക്കൊരുപാട് മധ്യവയസ്കർ, മുതിർന്നവർ, പ്രായമായവർ, എല്ലാവർക്കും ഇടർച്ച ലോകത്തിൽ നിന്നുണ്ട്. അപ്പോൾ സമ്പത്തിൻ്റെതായ അല്ലെങ്കിൽ പല പല കാര്യങ്ങളിലും നമുക്ക് ഇടർച്ചയുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതും ഇടർച്ച ഉണ്ടാകുന്നുണ്ട്. സഭയിൽ നിന്ന് തന്നെ നമുക്ക് ഇടർച്ച ഉണ്ടാകാറുണ്ട്. നാം വളരെയേറെ സ്നേഹിക്കുന്നവരിൽ നിന്നും നമുക്ക് ഇടർച്ച ഉണ്ടാകാം. നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് ചിലരിന്ന് പോലും ചിലപ്പോൾ നമുക്ക് ഇടർച്ച ഉണ്ടാകാം. പക്ഷേ ഈ ഇടർച്ചകളെ നാം കാര്യമായി ഗൗരവത്തോടെ എടുക്കാറുള്ളൂ. എന്നാൽ നമ്മിൽ നിന്ന് തന്നെ ഇടർച്ച ഉണ്ടാകുന്നു എന്നാണ് നാം വായിച്ചു കേട്ടത്. നമ്മുടെ ശരീരത്തിലെ ചില പ്രധാനപ്പെട്ടതായ അവയവങ്ങളിൽ നിന്ന് നമുക്ക് ഇടർച്ച ഉണ്ടാകുന്നു. ഏതൊക്കെയാണ് ആ അവയവങ്ങൾ? 1 കൈ, 2 കാല്, 3 കണ്ണ്. ഒരു എക്സാമ്പിൾ ഇത് 3 പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് 3 മാത്രമല്ല ഇടർച്ചയ്ക്ക് കാരണമാകുന്നത് എന്നല്ല അർത്ഥം. അതായത് കൈ ഇടർച്ചയ്ക്ക് കാരണമാകുന്നു, കാല് ഇടർച്ചയ്ക്ക് കാരണമാകുന്നു, കണ്ണ് ഇടർച്ചയ്ക്ക് കാരണമാകുന്നു. അങ്ങനെ നമ്മുടെ ഒരു കൈ ഇടർച്ചയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ ആ കൈ വെട്ടിക്കളയുക എന്നത്ര കർത്താവ് പറയുന്നത്. വിഹീനനായി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതാണ് 2 കൈയുള്ളവനായി അഗ്നി നരകത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ നല്ലതെന്ന് കർത്താവ് പറയുന്നു. അതുപോലെ തന്നെ കാലിൻ്റെ കാര്യത്തിലും കണ്ണിൻ്റെ കാര്യത്തിലും നമുക്കറിയാം, നമ്മുടെ ഈ ഫിസിക്കൽ വേർഡ് ഈ ഭൂമിയിൽ തന്നെ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ മുറിച്ചു മാറ്റേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. ഇല്ലേ? ശരിയല്ലേ? നമുക്കറിയാം, ഒരു യൂട്രസ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂട്രസിലൊരു ട്യൂമർ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ ഏർലി സ്റ്റേജിൽ ആരംഭദശയിൽ തന്നെ ആ രോഗം കണ്ടുപിടിക്കപ്പെടാൻ സാധിച്ചാൽ, ഗർഭപാത്രം തന്നെ എടുത്തു മാറ്റിയാൽ അത് തുടർന്നുള്ള അവയവങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയും. ഇപ്പോൾ
നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട അവയവം നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ആരംഭത്തിൽ തന്നെ കട്ട് ചെയ്തും റിമൂവ് ചെയ്യുന്നത് അത് ശരീരത്തിൻ്റെ ജീവന് ആവശ്യമാണ് എങ്കിൽ ആത്മീയ കാര്യത്തിൽ നിത്യനരകത്തിൽ പോകുന്നതിന് തടസ്സമായി നിൽക്കുന്നതായ പാപത്തിൻ്റെ വേരുകളിലെ പിഴുതെറിയുവാനാണ് കർത്താവ് ഇവിടെ പറയുന്നത്. നമ്മുടെ കണ്ണ് ചുഴിഞ്ഞ് കളയണമെന്നല്ല. ഒരു കണ്ണ് ചുഴിഞ്ഞ് കളഞ്ഞാൽ അടുത്ത കണ്ണുണ്ട്. ആ കണ്ണും ഈ രണ്ട് കണ്ണും ചുഴിഞ്ഞ് കളഞ്ഞാലോ ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്നു. അപ്പോൾ കർത്താവ് ലിറ്ററലി ആ കണ്ണ് ചൂന്ന് കളയണമെന്നോ കാല് വെട്ടിക്കളയണമെന്നോ കൈ വെട്ടിക്കളയണമെന്നോ അല്ല. പിന്നീട് എന്താണ്? നിത്യരാജ്യത്തിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന സകലതിനോടും നോ പറയുക. ക്രിസ്തീയ ജീവിതത്തിന് കോംപ്രമൈസ് ഇല്ല. ക്രിസ്തീയ ജീവിതത്തിന് ഈ ലോകത്തോട് കോംപ്രമൈസ് ഇല്ല. നമ്മുടെ ജഡത്തിൻ്റെ ഇമ്പങ്ങളോട് കോംപ്രമൈസ് ഇല്ല. സ്വയത്തോട് കോംപ്രമൈസ് ഇല്ല. സാത്താൻ്റെ തന്ത്രങ്ങളോട് കോംപ്രമൈസ് ഇല്ല. ഒന്നു മാത്രം, ദൈവരാജ്യത്തിന് പ്രവേശിപ്പാൻ തടസ്സമായി നിൽക്കുന്ന സകലതിനോടും ഒരു ബിഗ് നോ പറയുക, ഒരു വലിയ നോ പറയുക. അതത്രേ ഒരു യഥാർത്ഥ ദൈവവേദൽ. കർത്താവ് ഇവിടെ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഈ ശരീരത്തിൻ്റെ അവയവം മുറിച്ചു മാറ്റുന്ന കാര്യം പറഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച എൻ്റെ കൂടെ ഞാൻ മാലദ്വീപിൽ ടീച്ചറായി ജോലി ചെയ്യുകയായിരുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സാറിൻ്റെ വൈഫ് ഇതുപോലെ യൂട്രസ് ഒവേറിയൻ ക്യാൻസറായി വന്നു. 1.5 വർഷം മുമ്പ് ഒവേറിയൻ മാലദ്വീപിലായിരുന്നു. തുടർന്ന് ആ വ്യക്തി UK പോയി, തുടർന്ന് ഓസ്ട്രേലിയയിലേക്ക് പോയി. അവിടെ വെച്ച് ഇതുപോലെ ഒവേറിയൻ ക്യാൻസർ ആരംഭത്തിലൊന്നും കണ്ടുപിടിച്ചില്ല. 3rd സ്റ്റേജിലാണ് കണ്ടുപിടിക്കപ്പെട്ടത്. അവയവങ്ങളെല്ലാം എടുത്ത് മാറ്റി. എന്നിട്ടും അത് ഒരു റയറസ്റ്റ് ഓഫ് ദി റയർ ഡിസീസായിരുന്നു. ആ വ്യക്തി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു ഈ കഴിഞ്ഞ വ്യാഴാഴ്ച. 40 വയസ്സേ ഉള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ആ വ്യക്തി ജീവിതത്തിൽ സെറ്റിലാകാൻ പോകുന്നു. നമുക്കറിയാം, ആ ഓസ്ട്രേലിയയിലെ സകല ഡോക്ടർമാർ, ഓസ്ട്രേലിയയിലെ വിദഗ്ധരായ ഡോക്ടേഴ്സിനെ കാണിച്ചു, എല്ലാം ചെയ്തു, റിമൂവ് ചെയ്തു. എന്നിട്ട് പോലും ജീവൻ രക്ഷിക്കാനായില്ല. അപ്പോൾ നമ്മുടെ ജീവിതം ഇത്രയേ ഉള്ളൂ. ഇന്ന് അത് നമ്മുടെ സ്വന്തമാണ്. നാളുകൾ നമ്മുടെ സ്വന്തമല്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, ഈ കസകളിലിരിക്കുന്ന ആരെങ്കിലും, ഞാൻ ഉൾപ്പെടെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം തളിക്കപ്പെട്ട പാപത്തെ കഴുകി പൂർണ്ണ വിശുദ്ധിയോടുകൂടി യേശുവിനെ അനുഗമിക്കുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം വ്യർത്ഥമത്രേ പ്രിയരെ. കാരണം തിരിച്ചു വരവില്ലാത്തൊരു ജീവിതമാണ്. അത് മനസ്സിൽ ഇരിക്കട്ടെ. ഇവിടെ നാം വായിച്ചു കേട്ടത് പാപത്തോട് സന്ധിയില്ലാത്ത യുദ്ധം, ഒരു കോംപ്രമൈസ് ഇല്ലാത്ത യുദ്ധം നമുക്ക് വേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ യോബ് പറഞ്ഞത്, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തിരിക്കുന്നു, ഞാൻ ഒരു കന്യകയെ എങ്ങനെ നോക്കും. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം അത്രയേറെ ജാഗ്രതയുള്ളവരായിരിക്കണം. ഒരു അണുവിൽ പോലും കറ പുരളാതെ വിശുദ്ധിയിൽ കർത്താവിൻ്റെ കരം പിടിച്ച് ഹാനോക്ക് നടന്നതുപോലെ നടന്ന് 40 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സ് ദൈവഭൂമിയിൽ നിശ്ചയിക്കുന്ന ആയുസ് വരെയും ജീവിച്ച് മക്കൾക്ക് മാതൃകയായി തീർന്ന്, എല്ലാവർക്കും മാതൃകയായി തീർന്ന് മരിക്കുന്ന ഒരു വ്യക്തിയായി തീരണം നാം. കർത്താവിൻ്റെ നാം ഇന്ന് എവിടെയോ കേട്ടു, കർത്താവിൻ്റെ തൊങ്കലിൽ നിന്ന് പിരിവിടുന്ന നാളിൽ നാം കൃപയിൽ നിന്ന് അകന്നു പോകും. എപ്പോഴും ആ തൊങ്ങലിൽ പിടിച്ചുകൊള്ളുക. ആ തൊങ്ങലിൽ നിന്ന് എപ്പോൾ പിടിവിടുന്നുവോ അപ്പോൾ നാം കൃപയിൽ നിന്ന് വീണുപോകും. ഇവിടെ നാം കേട്ടത്, ഈ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങൾ എന്തിന് നീക്കിക്കളയണം? നീക്കിക്കളഞ്ഞില്ല എങ്കിൽ നമുക്ക് ചെന്നെത്തുവാൻ 2 സ്ഥലമാണുള്ളത്. അതിൽ ഏതെങ്കിലും ഒരു സ്ഥലം അത് ഈ ഭൂമിയിൽ വെച്ച് നാം തീരുമാനിക്കുന്നു. ഏതാണ്? ഒന്നുകിൽ അഗ്നി നരകം, അല്ലെങ്കിൽ നിത്യജീവൻ, നിത്യസ്വർഗം. ഇവിടെ യേശുക്രിസ്തു അഗ്നി നരകത്തെപ്പറ്റി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്കറിയാം,
നരകം ചിലരൊക്കെയും വിശ്വസിക്കുന്നുണ്ട്, നരകം ഈ ഭൂമി തന്നെയാണ്, സ്വർഗം ഈ ഭൂമി തന്നെയാണ്, മരണശേഷം നരകമൊന്നുമില്ല, സ്വർഗമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന അനേകരുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് തന്നെയാണ്. സ്വർഗമുണ്ട് എന്നതിന് തെളിവായി കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ഐ ആം ദ ലിവിങ് ബ്രെഡ് കെയിം ഡൗൺ ഫ്രം ഹെവൻ. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം. സ്വർഗമുണ്ടായിട്ടല്ലേ സ്വർഗത്തിൽ നിന്നിറങ്ങിയത്? ആ സ്വർഗത്തിലേക്ക് തന്നെ യേശു ആരോഹണം ചെയ്യുകയും ചെയ്തു. ഞാൻ എൻ്റെ ഒരു എൻ്റെ ദേശത്ത്, പുതുവേലി എന്ന ദേശത്തൊരു വീടുണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ ദേശത്തേക്ക് വന്നത്. ഇതിന് ശേഷം ദൈവം കൃപ ചെയ്താൽ ആ ഭവനത്തിലേക്ക് ഞാൻ തിരിച്ചു പോകും എന്നതുപോലെ സ്വർഗമുണ്ട് പ്രിയരെ. നമ്മുടെ മരണശേഷം നമുക്കായി ഒരു സ്വർഗം ദൈവം കാത്തുവച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ആത്മാവിൽ ജീവനില്ലാത്തവർക്കായും ഒരു നിത്യനരകമുണ്ട്. 12 പ്രാവശ്യം വചനത്തിൽ ഈ സുവിശേഷത്തിൽ നരകത്തെപ്പറ്റി പറയുന്നുണ്ട്. അതിൽ 11 പ്രാവശ്യവും യേശു തന്നെയാണ് ഈ അഗ്നി നരകത്തെപ്പറ്റി പറയുന്നത്. അപ്പോൾ നാം എവിടെ പ്രവേശിക്കും എന്നുള്ളത് നാം ഈ ഭൂമിയിൽ നമ്മുടെ ശരീരത്തിൽ ജീവനുള്ളപ്പോൾ നാം തീരുമാനിക്കണം. കാരണം 3 തരം മരണമാണുള്ളത്. ഒന്ന് ആത്മീയ മരണം, നാം വായിച്ചു കേട്ടു, തിന്നുന്ന നാളിൽ മരിക്കും, പാപം ചെയ്യുന്ന നാളിൽ മരിക്കും. ഈ ഭൂമിയിൽ ജനിച്ച് വീഴുന്ന സകലരും ആത്മാവിൽ മരിച്ചവരായി ജനിക്കുന്നു. കാരണം നാം എല്ലാവരും ആദാമ്യ സന്തതികളായിരുന്നു. എന്നാൽ ദൈവം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളെന്ന പദവിയിലേക്ക് നമ്മെ ഉയർത്തി. അതാണ് നമുക്ക് ലഭിച്ച ആദ്യത്തെ ഭാഗ്യം. 2ാമത്തെ മരണം ശാരീരിക മരണം. പൊടിയിൽ നിന്ന് എടുക്കപ്പെട്ടതായ നാം പൊടിയിലേക്ക് തന്നെ തിരികെ പോരും. 3ാമതൊരു മരണമുണ്ട്. ആ മരണത്തിൻ്റെ പേരാണ് നിത്യമരണം. 2ാം മരണം അല്ലെങ്കിൽ നിത്യമരണം. ഈ നിത്യമരണത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ തിരിച്ചു വരവില്ല. അതൊരു ഇറിപ്പയറബിൾ ലോസാണ്, നികത്താനാവാത്ത നഷ്ടമാണ്. കാരണം ആത്മാവ് ശരീരത്തിൽ നിന്ന് മാറ്റപ്പെട്ട് ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ആത്മാവിനെ പ്രാർത്ഥന വഴിയായി ജീവിപ്പിക്കാൻ സാധ്യമല്ല. അത് വ്യക്തമായി മനസ്സിലാക്കുക. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കുമോ? വെളിപ്പാട് 20-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം മുതൽ. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആ ബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തിയിൽ കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിയിൽ കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. 2ാമത്തെ മരണം. ഈ 2ാമത്തെ മരണത്തെയാണ് നിത്യമരണം എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം, നാം ഇന്ന് ഗാന ശുശ്രൂഷയിൽ അവരോഹണ ക്രമത്തിലാണ് സിയോൻപുരിയിൽ നിന്ന് മണവാളൻ നിന്ന് ആത്മാവ്, പരിശുദ്ധാത്മാവിൽ നിന്ന് വീണ്ടെടുപ്പ്, ഇങ്ങനെ അവരോഹണ ക്രമത്തിൽ കേട്ടു. നമുക്കറിയാം, ഒന്ന് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് പാപിയെ വിശുദ്ധനാക്കാൻ. യേശുക്രിസ്തുവിൻ്റെ 1-ാം വരവ്. യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിന് 2 സ്റ്റേജസ് ഉണ്ട്. അതിൽ 1 മേഘപ്രത്യക്ഷത, 2 മഹത്വ പ്രത്യക്ഷത. മേഘപ്രത്യക്ഷതയിൽ യേശുക്രിസ്തു വരുന്നത് തൻ്റെ ജനത്തെ, ആരാണ്? വിശുദ്ധരെ. 1-ാമത്തെ വരവിൻ്റെ ലക്ഷ്യം പാപിയെ വിശുദ്ധനാക്കാൻ. 2ാമത്തെ വരവിൻ്റെ ലക്ഷ്യം ആ വിശുദ്ധരെ ചേർക്കുവാൻ. യേശു വാനമേഘത്തിൽ മധ്യാകാശത്തിൽ വരും.
കാഹളധ്വനി നാം കേൾക്കും. ഈ ചെവി കൊണ്ടല്ല നാം കാഹളധ്വനി കേൾക്കുന്നത്. ആത്മാവിൽ ജീവനുള്ളവർ മാത്രമേ കാഹളധ്വനി കേൾക്കുകയുള്ളൂ. അങ്ങനെ നാം പറന്നുയരും. അവിടെ നാം എന്താണ് സംഭവിക്കുക? വേളി, മണവാളനുമായുള്ള വേളി. 2 പ്രതിഫലങ്ങളെ തരുന്നത്. എന്തൊക്കെയാണ് പ്രതിഫലങ്ങൾ? 1, നീതിയുടെ കിരീടങ്ങൾ ലഭിക്കും, തേജസ് ലഭിക്കും. തേജസ്സുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. നക്ഷത്രങ്ങൾ തമ്മിൽ തേജസ്സിൽ വ്യത്യാസമുള്ളതുപോലെ ദൈവപൈതലിടയിലും തേജസ്സിൽ വ്യത്യാസമുണ്ട്. ഇന്ന് നാം മർത്യ ശരീരത്തിലായിരിക്കുന്നു, അന്ന് നാം ഒരു മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിലാവും. ഇന്ന് നമുക്കൊരു പെരിഷബിൾ ബോഡിയാണ്, അന്ന് നമുക്കൊരു ഇംപെരിഷബിൾ ബോഡി കിട്ടും. ഇന്ന് നമുക്കൊരു മർത്യമായ ശരീരമാണ്, അന്ന് നമുക്കൊരു അമർത്യമായ ശരീരം കിട്ടും. യേശുക്രിസ്തുവിൻ്റെ 1-ാമത്തെ വരവ് ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ, ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവ് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. എന്താണ് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്? ഈ മർത്യമായ ശരീരം അമർത്യതയെ നരിക്കും. അതായത് ആത്മീയ ജീവിതത്തിൽ 3 ഉണ്ട്: നീതീകരണം, 2 വിശുദ്ധീകരണം, 3 തേജസ്വീകരണം. നീതീകരണം ആർക്കാണ് ലഭിക്കുന്നത്? 1-ാമത്തെ വരവിൽ ആത്മാവിൽ മരിച്ചവർ ആത്മാവിൽ ജീവനുള്ളവരായി തീരുമ്പോൾ അവർക്ക് നീതീകരണം ലഭിക്കുന്നു. അങ്ങനെ നീതീകരിക്കുന്നവർ ഈ ഭൂമിയിൽ സാത്താനോട് യുദ്ധം ചെയ്ത് വിശുദ്ധീകരിക്കപ്പെട്ടവരായി 3-ാമത് തൻ്റെ കർത്താവ് വരുമ്പോൾ അവർക്ക് തേജസ്വീകരണം, സാങ്ക്ടിഫിക്കേഷൻ ലഭിക്കുന്നു. അങ്ങനെ നമുക്ക് രോഗമില്ലാത്ത, മരണമില്ലാത്ത ഒരു ഗ്ലോറിഫൈഡ് ബോഡി കിട്ടുന്നു. അങ്ങനെ അതാണ് നീതിയുടെ ന്യായാസനത്തിലെ ന്യായവിധി. 1 യേശുക്രിസ്തുവിൻ്റെ 1-ാം വരവ്, 2-ാം വരവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്ക് ശേഷം ചെല്ലുമ്പോൾ നീതിയുടെ ന്യായാസനത്തിലെ ന്യായവിധി. അവിടെ പ്രതിഫലങ്ങളെ തരുന്നു. എന്തൊക്കെയാണ് പ്രതിഫലങ്ങൾ? 1, നീതിയുടെ കിരീടം നീതീകരിക്കപ്പെട്ടവർക്ക്. 2, തേജസ്സിൻ്റെ കിരീടം. ആർക്കാണ് തേജസ്സിൻ്റെ കിരീടം ലഭിക്കുന്നത്? ദൈവമക്കളെ വിശ്വാസത്തിൽ വളർത്തിയവർക്ക്. 3, ജീവകിരീടം. ദൈവത്തെ പ്രതി ജീവൻ ത്യജിക്കുവാൻ തയ്യാറായ രക്തസാക്ഷികൾക്ക്. യേശുവിനെ പ്രതി ലോകത്തെ ചവറ എന്ന് എണ്ണി തൻ്റെ ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായവർക്ക് ജീവകിരീടം ലഭിക്കും. 4, വാടാത്ത കിരീടം. ആർക്കാണ് വാടാത്ത കിരീടം ലഭിക്കുന്നത്? ഈ ജഡത്തിൻ്റെ മോഹരാഗങ്ങളെ എതിർത്ത് യേശുവിന് വേണ്ടി വിശുദ്ധിയോടെ നിലകൊണ്ടവർക്ക് അവർക്ക് വാടാത്ത കിരീടം ലഭിക്കും. ഇങ്ങനെ എത്രയോ ഭാഗ്യകരമായ അവസ്ഥ. അതിന് ശേഷം സഹസ്രാബ്ദ വാഴ്ച. എന്താണ് സഹസ്രാബ്ദ വാഴ്ച? 1000 വർഷം മണവാട്ടികൾ യേശുവിനോട് കൂടെ വാഴും. അതിനു മുമ്പ് ഒരു ആൻറ്റിക്രൈസ്റ്റ്. നമുക്കറിയാം, നീതിയുടെ ന്യായാസനത്തിലെ ന്യായവിധിക്ക് ശേഷം 7 വർഷം ഈ ഭൂമിയിൽ മഹോദ്രവകാലമുണ്ടാകും. ഒരു ഹെർമഗദോൺ യുദ്ധമുണ്ടാകും. അതിനുശേഷം തേജസ്സിൻ്റെ ന്യായാസനത്തിലെ ന്യായവിധി നടക്കും. തേജസ്സിൻ്റെ ന്യായാസനത്തിലെ ന്യായവിധിക്ക് ശേഷം പിന്നെ സഹസ്രാബ്ദ വാഴ്ച. യേശുവിനോടുകൂടെ 1000 വർഷം ഭരണം. അതിനുശേഷം പിന്നെ നടക്കുന്നതാണ് വെള്ളസിംഹാസനത്തിലെ ന്യായവിധി. ആർക്കാണ് വെള്ളസിംഹാസനത്തിലെ ന്യായവിധി? യേശുക്രിസ്തുവിനെ ജീവിച്ചിരുന്ന കാലത്ത് കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടവർ, അവരൊക്കെ മാബാലവൃത്തം. അത് രാജാവായിക്കൊള്ളട്ടെ, പ്രജയായിക്കൊള്ളട്ടെ, പണ്ഡിതനായിക്കൊള്ളട്ടെ, പാമരനായിക്കൊള്ളട്ടെ, ആത്മാവിൽ മരിച്ച സകലരും, ആത്മാവിൽ മരിച്ചുപോയ സകലരും വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിന്ന് നിത്യശിക്ഷാവിധിയിലേക്ക് കടക്കുവാൻ നാം ഇടവരരുത്. അവിടെയാണ് നമുക്ക് അതായത് അങ്ങനെ മരിക്കുന്നവർക്കാണ് 2-ാം പുനരുത്ഥാനം എന്നറിയപ്പെടുന്നത്. എന്താണ് 2-ാം പുനരുത്ഥാനം? അതായത് 1-ാമത്തെ കർത്താവിൻ്റെ വരവിൽ, 2-ാം വരവിലെ മേഘപ്രത്യക്ഷതയിൽ ചില ശവക്കലകളൊക്കെയും തുറക്കപ്പെടും. ആ ശവക്കലർ തുറക്കപ്പെടുമ്പോൾ വിശുദ്ധരുടെ ശവക്കലകൾ മാത്രം തുറക്കപ്പെടും. എന്നാൽ അവിശ്വാസികളുടെ ശവക്കലകൾ അന്ന് അടഞ്ഞെടുക്കും. എന്നാൽ ഈ വെള്ളസിംഹാസനത്തിലെ ന്യായവിധിക്ക് മുമ്പുള്ള 2-ാമത്തെ പുനരുത്ഥാനത്തിൽ ഈ അവിശ്വാസികളുടെ ശവക്കലകളൊക്കെയും തുറക്കും.
അവർ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കും. എന്നിട്ട് അവരുടെ ജീവന്റെ പുസ്തകം തുറക്കും. അവർ രണ്ടാം മരണത്തിലേക്ക് പോകുവാനുള്ള ഏക കാരണം ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേരില്ല ഒന്നൊറ്റ കാരണത്താൽ അത്രേ. എന്തുകൊണ്ടാണ് അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഇല്ലാത്തത്? കാരണം ഈ ഭൂമി ജീവിച്ചിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച സകലരുടെയും പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു. പ്രിയരെ, ഈ നരകം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അത് സാത്താന് വേണ്ടിയല്ല. വിശുദ്ധ മത്തായി സുവിശേഷം 25:44 തോന്നുന്നു. ഈ നരകം സൃഷ്ടിച്ചിരിക്കുന്നത് സാത്താനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടിയാണ്. നരകം നമുക്ക് വേണ്ടിയല്ല. ഒരു മനുഷ്യൻ പോലും നരകത്തിൽ പോകാതിരിക്കേണ്ടതിന് പിതാവായ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അതാണ് ലോകത്തിൻ്റെ ന്യായവിധി. നാം നിത്യ നരകത്തിലേക്ക് പോകേണ്ടവരായിരുന്നു. അങ്ങനെയായ നമ്മെ നിത്യനരകത്തിൽ പോകാതിരിക്കുവാൻ സ്നേഹനിധിയായ ദൈവത്തിന് 2 ആട്രിബ്യൂട്ട്സ്, 2 സ്വഭാവങ്ങളാണ് ഉള്ളത്. ഒന്ന്, ദൈവം നീതിമാനാണ്. 2, സ്നേഹനിധിയാണ്. നീതിമാനായ ദൈവത്തിന്റെ നീതി നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താണ്? പാപത്തെ ശിക്ഷ, മരണം. ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, നീതിമാനായ ദൈവം, ആ ദൈവത്തിൻ്റെ നീതി നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താണ്? പാപത്തിൻ്റെ ശിക്ഷ, മരണം. പാപി ശിക്ഷിക്കപ്പെട്ടേ പറ്റൂ. എന്നാൽ സ്നേഹനിധിയായ ദൈവം ആ നമ്മുടെ പാപമൊക്കെയും തൻ്റെ ചുമലിൽ, തൻ്റെ പുത്രൻ്റെ ചുമലിൽ ഏറ്റെടുത്തു. ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ യേശു ഏറ്റെടുത്തു. അത്രയേറെ വില കൊടുത്ത് നിത്യനരകത്തിൽ നിന്ന് ദൈവം നമ്മെ നിത്യസ്വർഗത്തിന് അവകാശമാക്കി തീർത്തു. അത്രയേറെ വില കൊടുത്തു. ഇത്രയേറെ വിലയുള്ളതായ രക്ഷയെ അവഗണിച്ചു എന്ന ഒറ്റ കാരണത്തിലാണ് അവൻ്റെ പേര് ജീവപുസ്തകത്തിലില്ലാതെ നിത്യനരകത്തിലേക്ക് പോകുന്നത്. നാം പാപം ചെയ്തത് കൊണ്ടല്ല നിത്യനരകത്തിൽ പോകുന്നത്. പാപത്തിന് പരിഹാരം വരുത്തിയ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചില്ല എന്ന ഒറ്റ കാരണത്താൽ. കാരണം ഹെബ്രായർ 9:27 ഒന്ന് വായിക്കുമ്പോൾ, ഹെബ്രായർ 9:27, എന്താണ് ആ രക്ഷയുടെ വില? ഹെബ്രായർ 9 ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. ഹെബ്രായർ 2:4 ഒന്ന് വായിക്കാമോ? ഹെബ്രായർ 2:4. ഇത്ര വലിയ രക്ഷയെ നാം അഗണ്യമാക്കിയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഹെബ്രായർ 2:4. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? നാം നരകത്തിൽ പോകുവാൻ, ഏതെങ്കിലും ഒരു വ്യക്തി നിത്യനരകത്തിൽ പോകുന്നുവെങ്കിൽ പിതാവായ ദൈവം തൻ്റെ പുത്രനെ തകർത്ത് കളഞ്ഞ് അത്ര വലിയ രക്ഷ നമുക്ക് വേണ്ടി ഒരുക്കി. ആ വലിയ രക്ഷയെ നാം അംഗീകരിച്ചില്ല എന്ന ഒറ്റ കാരണത്താൽ നിത്യനരകത്തിലേക്ക് പോകുന്നു. അല്ലാതെ ഞാൻ പാപം ചെയ്തുകൊണ്ടല്ല, പാപം ചെയ്ത നരകത്തിൽ പോകില്ലെന്നല്ല. പാപത്തിന് പരിഹാരം വരുത്തി. യേശുക്രിസ്തു ഒരു വ്യക്തി പോലും നിത്യനരകത്തിൽ പോകരുതെന്ന ഒറ്റ കാരണത്താൽ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. യോഹന്നാൻ 3:16 പറയുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവം എന്നെ സ്നേഹിച്ചു. ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. എങ്ങനെയാണ് നശിച്ചു പോകാതിരിക്കേണ്ടത്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അപ്പം നമുക്ക് നിത്യജീവൻ എന്നതിന് ഓപ്പോസിറ്റായി നിത്യശിക്ഷ ലഭിക്കുന്നു എന്നതിൻ്റെ ഏക കാരണം ഏകപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചില്ല എന്ന ഒറ്റ കാരണത്താൽ. പ്രിയ സഹോദരങ്ങളെ, യേശു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. യേശു കാൽവരിയിലെ കുരിശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ യാഗം നമ്മെ നിത്യനരകത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയാണ്. നമുക്കറിയാം, ഒരു വ്യക്തി ക്രിസ്തീയ ജീവിതത്തിലേക്ക് വന്നാൽ അവൻ്റെ നാവിൽ നിന്ന് അറിയാതെ സ്തുതി വരും, സ്തോത്രം സ്തോത്രം എന്ന്. നമുക്കതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? കൊലോസ്യ ലേഖനം 1:13 വാക്യം ഒന്ന് വായിച്ച് കേൾക്കാം. കൊലോസ്യ ലേഖനം 1:13 നാം എന്തുകൊണ്ടാണ് എപ്പോഴും സ്തുതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്
തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. നാം സ്തോത്രം ചെയ്യാൻ കാരണം എന്താണ്? അന്ധകാരത്തിൽ നിന്ന് സ്വർഗരാജ്യത്തിൽ, പിശാചിൻ്റെ അടിമത്തിൽ നിന്നും സ്വർഗരാജ്യത്തിൽ ആക്കി വെച്ച ദൈവത്തെ നാം സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഈ ഭൂമിയിൽ ജോലി കിട്ടിയതിനല്ല നാം സ്തോത്രം ചെയ്യേണ്ടത്. നമുക്ക് ഈ ഭൂമിയിൽ ആരോഗ്യം കിട്ടിയതിനോ ആയുസ് കിട്ടിയതിനോ അല്ല നാം സ്തോത്രം ചെയ്യേണ്ടത്. നമുക്ക് ഭൂമിയിൽ ദൈവത്തെ സ്തോത്രം ചെയ്യേണ്ടത് ഒന്ന് ആത്മാവിൽ ജീവൻ തന്ന ദൈവത്തെ സ്തോത്രം ചെയ്യണം. അതുവഴിയായി നിത്യശിക്ഷ ഒഴിവാക്കി തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നിത്യസ്വർഗം അവകാശമാക്കി തന്ന ദൈവത്തെ സ്തോത്രം ചെയ്യണം. സ്വർഗീയ പൗരനാക്കി എന്ന ഒറ്റ കാരണത്താൽ സ്തോത്രം ചെയ്യണം. നാം യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയും കൂട്ടവകാശിയുമാകുന്നു. യേശുക്രിസ്തു നമ്മുടെ മണവാളനാകുന്നു. നാം മണവാട്ടിയെങ്കിൽ മണവാട്ടിക്കും മണവാളൻ്റെ സ്വത്തിന്മേൽ അവകാശമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ അവകാശത്തിന്മേൽ നാം കൂട്ടവകാശി എന്ന ഒറ്റ കാരണത്താൽ ദൈവത്തിന് നാം സ്തോത്രം ചെയ്യണം. പ്രിയരേ, അപ്പോൾ നാം സ്തോത്രം ചെയ്യേണ്ടത് എന്തിനാണ്? എനിക്ക് കിട്ടിയ എന്തെങ്കിലും ബാഹ്യമായ കാരണത്താലല്ല, നിത്യനരകത്തിൽ നിന്ന്. കാരണം എന്താണ്? ഒരു വ്യക്തി നിത്യനരകത്തിലേക്ക് പോയിരുന്നുവെങ്കിൽ ഒരിക്കലും തിരിച്ചു വരുവാൻ സാധ്യമല്ല. നമുക്കറിയാം, ഇവിടെ ഡേ ആൻഡ് നൈറ്റ്, രാവും പകലും ഉണ്ടാകാൻ കാരണം എന്താണ്? സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നു, സ്പിൻ മോഷൻ. ഈ സ്പിൻ മോഷൻ ഉള്ളതുകൊണ്ട് മാത്രം 24 മണിക്കൂർ ഒരു ദിവസം രാവുണ്ടാകുന്നു, പകലുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ വീണ്ടും സൂര്യന് ചുറ്റും ഭൂമി ഒരു വർഷം 365 ദിവസം, 365 ദിവസവും 6 മണിക്കൂറുമുള്ളതാണ് ഒരു വർഷം. അങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് ഡേ ആൻഡ് നൈറ്റ് അല്ലെങ്കിൽ വർഷങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ സ്വർഗത്തിൽ നിത്യതയിൽ ഒരിക്കലും ടൈമില്ല. അവിടെ നാം നിത്യനരകത്തിൽ അകപ്പെട്ടാൽ ഫോർ ഒരിക്കലും ആ നിത്യനരകത്തിൽ നിന്ന് നമുക്ക് വിടുതലില്ല. പ്രിയരേ, നാം ഈ ഭൂമിയിൽ എത്രയേറെ ജാഗ്രതയോടെ ജീവിക്കണം. രണ്ട്, നാം എത്രമാത്രം ആത്മഭാരമുള്ളവരായി ജീവിക്കണം. ഒരിക്കൽ നാം ആത്മയെ കേട്ടു, ഒന്ന് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമുക്ക് പറന്നുയരണം. അതുപോലെ തന്നെ കർത്താവ് എന്നിലൂടെ കണ്ട സകലരെയും യേശുവിൻ്റെ വരവിൽ പറന്നു വരുവാൻ ഒരുക്കണം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ സന്നിധി ഞങ്ങൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, ഈ ഭൂമിയിൽ അവിടുന്ന് ഞങ്ങളെ ദൈവരാജ്യത്തിൻ്റെ അവകാശിയാക്കി തീർക്കുവാൻ അവിടുന്ന് കാൽവരിയിലെ കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നതിനായി സ്തോത്രം. പിതാവേ, സ്വന്തം പുത്രനെ തകർത്ത് കളഞ്ഞുകൊണ്ട് ഞങ്ങളെ രക്ഷിപ്പാൻ കർത്താവെ അവിടുന്ന് ഇടയവർത്തിയല്ലോ. ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പിതാവേ, അവിടുത്തെ സ്നേഹത്തെ സ്തോത്രം. കർത്താവേ, യേശുക്രിസ്തുവിൻ്റെ രക്തം ഞങ്ങളുടെ സകല പാവവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഈ രക്തത്താൽ ഞങ്ങളെ തളിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കണ്ണുകളിൽ മേൽ തളിക്കണമേ, ഞങ്ങളുടെ സകല അവയവങ്ങൾ മേലും തളിക്കണമേ, ഞങ്ങളുടെ ഹൃദയത്തിൽ മേൽ തളിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു വ്യക്തി പോലും നിത്യനരകത്തിലേക്ക് പോകുവാൻ ഇടവരരുതേ. കർത്താവേ, എൻ്റെ രണ്ടാമത്തെ വരവാണോ അതോ ഞങ്ങളുടെ മരണമാണോ ആദ്യമേ നടക്കുന്നത് എന്തുമായാലും എപ്പോഴും നിന്നോടുകൂടെ നിത്യതയിൽ ആ പളുങ്കുന്നതിയുടെ ജീവവൃക്ഷത്തിന് ചുവട്ടിൽ നിന്നോടുകൂടെ നിന്നെ സ്തുതിച്ച് ആരാധിച്ച് ഞങ്ങൾ ജീവിക്കണം. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ഈ കണ്ണൂർ ദേശത്തെ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സ്വന്തം ബന്ധുജനങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, അനേകരെ നിന്നിലേക്ക് കൂട്ടിക്കൊണ്ടു വരണമേ. കർത്താവേ, ഒരു വ്യക്തി പോലും സാത്താൻ്റെ കർത്താവേ കാരാഗ്രഹത്തിൽ ആയിരിക്കാൻ ഇടവരാതെ ദൈവമേ, നിൻ്റെ മൂർച്ചയുള്ളതായ വചനത്താൽ ആത്മാവിൽ ജീവൻ കൊടുത്ത് അനേകരെ കർത്താവേ തിരികെ ദൈവമേ ദൈവരാജ്യത്തിന് അവകാശിയാക്കി തീർത്ത് ദൈവമക്കളെന്ന പദവിയിലേക്ക് ഉയർത്തി കർത്താവെ അനേകരെ കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇവിടെ കൂടി വന്നിരിക്കുന്ന സകലരുടെയും ആവശ്യങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വിവിധങ്ങളായ ഭാരങ്ങളാൽ വന്നവരുണ്ട് കർത്താവെ, വിവിധങ്ങളായ ആവശ്യങ്ങളുള്ളവരുണ്ട് കർത്താവെ, ആത്മഭാരങ്ങളുണ്ട് കർത്താവെ, സകലരെയും അപ്പാ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ജീവൻ വെച്ച് യേശുക്രിസ്തുവിൻ്റെ അരുമനാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന പിതാവേ, പ്രാർത്ഥന കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമേൻ. നമുക്ക് ആശീർവാദത്തിനായി തലകളെ വണക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.